CPIM പ്രവർത്തകരെ വധിക്കാൻ ശ്രമിച്ച കേസിൽ തിരുവനന്തപുരം നഗരസഭ BJP കൗൺസിലർ ആർ സുഗതനെ അറസ്റ്റ് ചെയ്യുന്നതിനിടെയുണ്ടായ പോലീസ് വെടിവയ്പിൽ ആരോഗ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തമ്മിൽ പോര്. വട്ടിയൂർക്കാവിൽ വെടിയൊച്ച ഉയരരുതായിരുന്നുവെന്ന് മുരളീധരൻ. പോലീസ് അനാവശ്യ ടെൻഷൻ ഉണ്ടാക്കരുതെന്നും മുരളീധരൻ പറഞ്ഞു. ആവശ്യമില്ലാത്ത വെടിവെച്ചാണ്. പ്രശ്നങ്ങളൊക്കെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്യണമെന്നാണ് സ്ഥലം എന്നാണ് എനിക്ക് എൻ്റെ ആഗ്രഹം. ചെറിയ ശബ്ദം നിർത്തേണ്ട സമയം അത്രേ ഞാൻ പറയുന്നുള്ളൂ. അനാവശ്യമായിട്ടുള്ള ടെൻഷൻ പോലീസ് ഉണ്ടാക്കാൻ പാടില്ല. എന്നാൽ ആകാശത്തേക്ക് വെടിയുതിർത്ത പോലീസുകാരെ അഭിനന്ദിക്കുന്നു എന്നായിരുന്നു ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം. ഗുണ്ട എവിടെയുണ്ടെങ്കിലും ആ ഗുണ്ടാപ്പണി നിർത്തിക്കൊള്ളുക, നിയമപാലകർ അവരുടെ പിന്നിലുണ്ടാകും. അതുകൊണ്ട് ഇന്നലെ ആകാശത്ത് വെടിവെച്ച് ഗുണ്ടയെ പിടിച്ചെങ്കിൽ ആ പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം അതാണ് വേണ്ടത്. ജനങ്ങളുടെ ജീവിതം സ്വൈര്യമായി മുന്നോട്ട് കൊണ്ടുപോകുക. ഞാൻ പറയാം, അങ്ങനെയൊന്നും പോലീസിനെ മനോവീര്യത്തെ തകർക്കണ്ട. ഒരു പ്രതിയെ ചെന്ന് പിടിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ആളുകൾ കൂടി പോലീസിനെ തടസ്സപ്പെടുത്തുന്ന നടപടി ശരിയാണോ? ആരുടെ തോക്കുന്ന അങ്ങനെയൊന്നും സംഭവം ഉണ്ടായിട്ടില്ല. ഇവിടെ ഒരു കാര്യം ഞാൻ പറയാം, ഗുണ്ടകളല്ല കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. ഗുണ്ടകളും കാപ്പാപ്രതികളും സ്വൈര്യവിഹാരം നടത്താമെന്ന് വിചാരിക്കേണ്ട. അതൊക്കെ നിയന്ത്രിക്കാൻ പോലീസ് കൂടെ ഉണ്ട്. അതിന് കള്ളക്കഥകൾ മെനഞ്ഞ് പോലീസിൻ്റെ ആത്മവീര്യം തകർക്കാൻ അനുവദിക്കില്ല. വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി അഞ്ജു എസ് പാലൻ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. അഞ്ജു, ഒരുപക്ഷേ വട്ടിയൂർക്കാവിലെ വെടിവയ്പ് തീരാത്ത വെടിവെച്ചുകൾക്കാണ് കോൺഗ്രസിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. വളരെ കൃത്യമായി തന്നെ വിമർശനമാണ് കഴിഞ്ഞ ദിവസം രാത്രി മുരളീധരൻ ഉന്നയിച്ചത്. വട്ടിയൂർക്കാവിൽ വെടിവെച്ച ഉയരരുതായിരുന്നു, പോലീസ് അനാവശ്യ ടെൻഷൻ ഉണ്ടാക്കരുത്. നേരെ തന്നെ പറയുകയാണ് മുരളീധരൻ. ആഭ്യന്തരമന്ത്രിക്ക് നേരെ തന്നെയാണ്. സ്വന്തം മണ്ഡലമായ വട്ടിയൂർക്കാവിൽ ഒരു പ്രശ്നമുണ്ടാക്കുന്നതിൽ മുരളീധരന് ഇഷ്ടമുണ്ടായില്ല. അതിന് മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഏതായാലും കോൺഗ്രസിൽ ഈ വിഷയം വലിയ അർത്ഥത്തിൽ പോരിനിടയാക്കിയിട്ടുണ്ട്. എന്താണ് വിവരങ്ങൾ നൽകാനാകുന്നത്? സിജു, കഴിഞ്ഞ ദിവസമായിരുന്നു ഈ കൗൺസിലർ സുഗതന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവാദങ്ങൾ ഉയരുന്നത്. ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വീട്ടിലെത്തിയപ്പോഴാണ് ക്രമസമാധാന പ്രശ്നമുണ്ടായപ്പോൾ പോലീസ് വെടിയുതിർത്തത്. അതിനുശേഷം ആഭ്യന്തരമന്ത്രി കൂടിയായ രമേശ് ചെന്നിത്തല പറഞ്ഞത് പോലീസ് അവരുടെ ഡ്യൂട്ടി നിർവഹിക്കുന്നതിനിടയിൽ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അത് കൃത്യമായി ഇടപെട്ടു, അതുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു വെടി ഉതിർക്കേണ്ടി വന്നത്. പക്ഷേ അതൊരു തെറ്റായ ഒരു നടപടിയല്ല, അത് ശരിയായിട്ടുള്ളൊരു നടപടിയാണ്. അതുകൊണ്ട് തന്നെ ആ പോലീസുകാരനെ താൻ അഭിനന്ദിക്കുന്നു എന്നുള്ള കാര്യമടക്കം രമേശ് ചെന്നിത്തല ഇന്നലെ ഇത്തരത്തിലൊരു പ്രസ്താവന ഇറക്കിയിരുന്നു. അതിനുശേഷമാണ് നമ്മൾ ഇന്നലെ മുരളീധരനോട് ഈ വിഷയത്തിലൊരു പ്രതികരണം തേടിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമാണ്, തൻ്റെ മണ്ഡലത്തിൽ ഇത്തരത്തിലൊരു വെടിയൊച്ചയുടെ സൗണ്ട് കേട്ടത് തനിക്ക് ഒട്ടും ഇഷ്ടമായിട്ടുള്ള കാര്യമല്ല. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത് വെടിയൊച്ചകൾ നിലയ്ക്കേണ്ട സമയമായിട്ടുണ്ട്, അത് ഇനി ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അതുമാത്രമല്ല, ഇത്തരത്തിൽ പോലീസ് അനാവശ്യമായ ടെൻഷനുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയും പാനിക്കാക്കുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ ഒഴിവാക്കണമെന്നും കൂടി ഈ കെ മുരളീധരൻ പറയുന്നുണ്ട്. അദ്ദേഹം പ്രത്യക്ഷത്തിൽ തന്നെ ഈ ആഭ്യന്തര വകുപ്പിനെതിരെ തന്നെയാണ് ഇത്തരത്തിലൊരു വിമർശനം നടത്തിയത്. ആഭ്യന്തരമന്ത്രി അടക്കം ഈ പോലീസ് ഉദ്യോഗസ്ഥനെ അഭിനന്ദിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ ആരോഗ്യമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു പ്രതികരണം ഉണ്ടായത്. ഇത് കോൺഗ്രസിൽ തന്നെ വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. കാരണം ഒരു ഘട്ടം എല്ലാവരും ഈ സുഗതൻ്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് പോലീസ് ചെയ്തത് നല്ല രീതിയിലുള്ള കാര്യമാണെന്നുള്ള രീതിയിൽ കോൺഗ്രസിനകത്ത് തന്നെ ഒരു വിമർശനം ഉയരുമ്പോഴാണ് ഈ മുരളീധരന്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ മറ്റൊരു പ്രതികരണം ഉണ്ടാകും. നമുക്കറിയാം, എല്ലാ ഘട്ടത്തിലും കോൺഗ്രസ് ഈ പോലീസിന്റെ ഉയരുന്ന ഒരു പ്രധാന പ്രശ്നം നമുക്കറിയാം. ഈ സുഗതൻ എന്ന് പറയുന്ന കാപ്പാക്കസ് പ്രതി, അഞ്ജു, സുഗതൻ എന്ന് പറയുന്ന കാപ്പാസ് കേസ് പ്രതി, CPIM പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതി 12ഓളം കേസുകൾ പ്രതിയാണ്. 2 തവണ കാപ്പ കേസ് ചുമത്തപ്പെട്ടിട്ടുണ്ട്. അതിലെ പോലീസ് നടപടി പിടികൂടാനെത്തിയപ്പോഴുള്ള പോലീസ് നടപടിയെ ഒരുപക്ഷെ ആഭ്യന്തര മന്ത്രി അടക്കം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ പോലും അവിടെ അങ്ങനെ ഒരു ഗുണ്ടയ്ക്കെതിരായ നടപടിയെ എന്തുകൊണ്ട് മുരളീധരൻ എതിർക്കുന്നു എന്നുള്ളതാണ് ചോദ്യം. വെടിവയ്പ് ഉണ്ടാകരുത് എന്ന് പറഞ്ഞാൽ പോലീസ് നടപടി ശരിയായില്ലെന്ന് തന്നെയാണ് പറയുന്നത്. അതിനർത്ഥം വട്ടിയൂർക്കാവിലെ ചില താല്പര്യങ്ങൾക്ക് മുരളീധരൻ ജയിച്ചതുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളിലേക്ക് അടക്കം വിരൽ ചൂണ്ടുന്നുണ്ട്. അവിടെ മേയർ അടക്കം കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അതോടൊപ്പം തന്നെ മുരളീധരൻ മറ്റ് ചില നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നു. എല്ലാ തരത്തിലും വട്ടിയൂർക്കാവിലെ മുരളീധരനെ സഹായിച്ചവരെ ഇങ്ങനെ ഉപദ്രവിക്കാമോ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ ഉയരുകയാണ്. ഒരുപക്ഷെ അതായിരിക്കാം മുരളീധരനെ പ്രകോപിപ്പിച്ചിട്ടുണ്ടാവുക.
തീർച്ചയായും സിജു അങ്ങനെ തന്നെയാണ്. ഈ കെ മുരളീധരന്റെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് അങ്ങനെ തന്നെ വായിച്ചെടുക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പ്രവർത്തനം നടക്കുന്ന ഒരു കൗൺസിലർ 11 കേസുകൾ ഉൾപ്പെടെ വധശ്രമം അടക്കം 11 കേസുകളിൽ പ്രതിയായിട്ടുള്ള ഒരു കൗൺസിലറെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. ആ സമയത്ത് BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ആ വീട്ടുവളപ്പിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് പോലീസിന് ഇത്തരത്തിലൊരു ആകാശത്തേക്ക് വെടിയുതിർക്കേണ്ട ഒരു ആവശ്യം വരുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡ്യൂട്ടിക്കിടയിൽ ചെയ്തൊരു കാര്യം മാത്രമാണ്. അതിനെ കെ മുരളീധരൻ എന്തിനാണ് ഇത്ര വിമർശനാത്മകമായി ചിന്തിക്കുകയും അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പിനെതിരെ തിരിയുന്നത് എന്നുള്ള കാര്യമാണ് ചിന്തിക്കേണ്ടത്. കാരണം അദ്ദേഹം വട്ടിയൂർക്കാവിൽ ജയിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മൾ ആ വോട്ടെടുപ്പിന് സമയത്ത് കണ്ടതാണ്. അവസാന ഘട്ടത്തിലാണ് ഈ കെ മുരളീധരൻ ഈ വോട്ടെണ്ണലിൽ മുന്നിലോട്ട് കയറി വന്നപ്പോൾ അത്തരത്തിൽ തൻ്റെ മണ്ഡലത്തിൽ തന്നെ ജയിപ്പിച്ച അല്ലെങ്കിൽ ഒരു ഡീൽ ആരോപണം അടക്കം മുന്നിലേക്ക് വരികയാണ്. ഈ BJPയും കോൺഗ്രസും തമ്മിലുള്ള ഒരു ഡീൽ ആരോപണത്തിൻ്റെ ഫലമായിട്ടാണ് കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ ജയിച്ചതെന്നടക്കമുള്ള ഒരു പ്രസ്താവന നിലനിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരുപക്ഷെ ഏതായാലും ഈ വിഷയം ഒരു ചെറിയ വിഷയമല്ല. നമുക്കറിയാം അഞ്ജു, ഇപ്പോൾ അഞ്ജുവാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അഞ്ജു, ഒരുപക്ഷെ നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കെ മുരളീധരൻ തദ്ദേശ വകുപ്പിനെതിരെ ഷിഗല്ല രോഗവ്യാപനവുമായി ബന്ധപ്പെട്ട് തദ്ദേശ വകുപ്പിനെതിരെ തന്നെ പ്രസ്താവനകൾ ഇറക്കുന്നു. അതിന് പിന്നാലെ ആഭ്യന്തര വകുപ്പിനെതിരെ ഇറക്കുന്നു. മൊത്തത്തിൽ കൂട്ടക്കുഴപ്പമുണ്ട് കോൺഗ്രസിൽ. ആഭ്യന്തര വകുപ്പ്, അതായത് മുരളീധരനും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും മാത്രമല്ല, കോൺഗ്രസിലാകെ തന്നെ ഒരു കുഴപ്പത്തിനിടയാക്കിയിട്ടുണ്ട് ഈ മുരളീധരൻ്റെ അടക്കം പ്രസ്താവനകൾ.